ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാദിനീചം ചൈലാജിനകുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വാ യതചിത്തേന്ദ്രിയക്രിയാ ഉപവിശ്യ ആസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആസനം ആത്മനഃ ന അതി ഉച്ഛ്രിതം ന അതിനീചം ചൈലാജിന കുശോത്തരം തത്ര ഏകാഗ്രം മനഃ കൃത്വാ യതചിത്ത ഇന്ദ്രിയക്രിയാഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മവിശുദ്ധയേ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആസനം ആത്മനഃ. ശുചൗ ദേശേ ശുദ്ധമായ സ്ഥലത്ത് സ്ഥിരം ആസനം ആത്മനഃ സ്ഥിരമായ ഇളക്കമില്ലാത്തതായ ഒരു ആസനവിശേഷത്തെ അവലംബിച്ചുകൊണ്ട് ന അതി ഉച്ഛ്രിതം ന അതിനീചം ഇരിക്കുന്ന പ്രതലം അധികം ഉയർന്നതോ അധികം താഴ്ന്നതോ ആവാതെ ചൈലാജിന കുശോത്തരം വസ്ത്രവും അതിൻ്റെ താഴെയിലെ മാൻതോലും അതിൻ്റെ അടിയിൽ ദർഭപുല്ലും വിരിച്ചിട്ട് തത്ര ഏകാഗ്രം മനഃ കൃത്വാ ആ ആസനവിശേഷത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ചെയ്തിട്ട് യഥ ചിത്ത ഇന്ദ്രിയ ക്രിയ നിയന്ത്രിക്കപ്പെട്ട മനസ്സും ഇന്ദ്രിയങ്ങളോടും കർമ്മങ്ങളോടും കൂടിയവനായിട്ട് ഉപവിശ്യ ആസനെ അപ്രകാരമുള്ള ആസനവിശേഷത്തിൽ ഇരുന്നിട്ട് യുഞ്ജ്യാത് യോഗം യോഗത്തെ യോജിപ്പിക്കണം. ആത്മവിശുദ്ധയെ ആത്മവിശുദ്ധിക്കായിക്കൊണ്ട് യോഗത്തെ യോജിപ്പിക്കണം. ധ്യാനത്തിന് ഒരാൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ശുദ്ധമായ സ്ഥലത്തിരുന്ന് വേണം ധ്യാനിക്കാൻ. അങ്ങനെ ഒരു സ്ഥലത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രതലം സമാനമായിരിക്കണം. ഒരു വശം ഉയർന്നും മറുവശം താഴ്ന്നും ഇരിക്കുന്ന ഒരു പ്രദേശമാവരുത്. സമതല ആകുന്ന ഒരു സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ സമതലത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ ഇരിക്കുന്നതിനുള്ള ആ തയ്യാറെടുപ്പുകളും കൂടി പറയുന്നു. ഇരിക്കുന്നയാൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവണം. അതിന് താഴെ മാൻതോല് ഇട്ടുണ്ടാവണം. അതിൻ്റെയും താഴെ ദർഭപ്പുല്ലും കൂടി വിരിച്ചിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ആസനവിശേഷത്തിൽ സ്ഥിരമായിട്ട് ഇളക്കമില്ലാത്തതായിട്ട് ഇരുന്നിട്ട് ആത്മനഃ ആസനം പ്രതിഷ്ഠാപ്യ തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ട് തത്ര ആസനെ ഉപവിശ്യ ആസനവിശേഷത്തിൽ ഇരുന്നുകൊണ്ട് മന ഏകാഗ്രം കൃത്വ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് യഥചിത്തേന്ദ്രിയക്രിയ നിയന്ത്രിക്കപ്പെട്ടതായ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവൃത്തികളും ഒക്കെ ആയിക്കൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് ആത്മവിശുദ്ധയെ നമ്മുടെ തന്നെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയായിട്ട് യോഗം യുഞ്ജ്യാത് യോഗത്തെ യോജിപ്പിക്കണം അല്ലെങ്കിൽ യോഗ ചെയ്യണം, ധ്യാനിക്കണം എന്ന് പറയും. ധ്യാനമാർഗത്തിലൂടെ
നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ആത്മവിശുദ്ധിക്കായിക്കൊണ്ടാണ് യോഗമാർഗത്തെ ഉപയോഗിക്കേണ്ടത്. ഈ ആത്മവിശുദ്ധിക്കായിക്ക് അത് ലഭിക്കണമെങ്കിൽ, ആത്മവിശുദ്ധിയെ നേടണമെങ്കിൽ അതിന് മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം വേണമെന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആദ്യം സമതലമായിരിക്കുന്ന ഒരു സ്ഥലത്തെ, വിജനമായ ഒരു സ്ഥലത്തെ സമീപിച്ച്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ ദർഭപ്പുല്ല് വിരിച്ച് അതിന് മുകളിൽ മാൻതോല് ഇട്ട് അതിൻ്റെ മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉപാസകൻ ഇരിക്കണം. അതെപ്പോഴും ഒരു ഇളക്കമില്ലാത്തതായ ഒരു ആസന വിശേഷത്തെയാണ് അവലംബിക്കേണ്ടത് എന്നുകൂടി പറയുന്നു. അങ്ങനെ ഇരുന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിച്ചവനായിട്ട് ആ ആസന വിശേഷത്തിൽ ഇരുന്നു കൊണ്ട് യോഗത്തെ ശീലിക്കണം, യോഗത്തെ ധ്യാനിക്കണം എന്ന് പറയുകയാണ്. ഇതുതന്നെയാണ് നാരായണീയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതും. ധ്യാനം തേ ശീലയേയം സമതനുസുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷപൂരകാദ്യൈ ജിതപവനപദശ്ചിത്തപത്മം ത്വാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുഷികിന സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലതര ശ്യാമളം കോമളാംഗം. തേ ധ്യാനം അഹം ശീലയേയം. അങ്ങയെ ധ്യാനിക്കുന്നത് ഭഗവാനെ ഞാൻ ശീലിച്ചുകൊള്ളാം. സമതനു, ശരീരത്തെ സമമാക്കി വച്ചിട്ട്, സുഖബദ്ധാസനഹ, സുഖകരമായ ഒരു ആസന വിശേഷത്തെ അവലംബിച്ചുകൊണ്ട്, നാസികാഗ്രേ ന്യസ്താക്ഷ, നാസികയുടെ മേലറ്റത്ത് നസിക്കപ്പെട്ട അക്ഷങ്ങളോട് കൂടിയവനായിട്ട്, ജിതപവനപദ, വായുവിൻ്റെ മാർഗത്തെ ജയിക്കുന്നവനായിട്ട്, പൂരക കുംഭക രേചക ക്രമത്തിൽ ശ്വാസത്തെ ഉള്ളിലേക്കെടുത്ത് നിർത്തി പുറത്തേക്ക് വിടുന്നതായ ആ പ്രക്രിയയിലൂടെ നാഡീശുദ്ധി വരുത്തിയവനായിട്ട്, ചിത്തപത്മം തു അവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വ, ഈ മനസ്സാകുന്ന പത്മം താഴോട്ടുള്ള താമര എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്, അതിനെ മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചവനായിട്ട്, രവി വിദുഷികിന സംവിചിന്യ ഉപരിഷ്ടാത്, അതിൻ്റെ കർണികാഗ്രത്തിൽ രവിയും വിദുവും ശിഖിന, സൂര്യേന്ദ്രന്മാരും അഗ്നിയും ഒക്കെ ആ കർണികാരത്തിൽ ഇരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട്, രവി വിദുശിഖിന സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധര ശ്യാമളം കോമളാംഗം. ആ അഗ്നിയും സൂര്യചന്ദ്രന്മാരും ഒക്കെ ഇരിക്കുന്നതായ ആ കർണികയുടെ മധ്യത്തിലായിട്ട് നമുക്ക് ധ്യാനയോഗ്യമായിരിക്കുന്ന ആ ദേവതാ രൂപത്തെ, അല്ലെങ്കിൽ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ധ്യാനിക്കണം. അങ്ങനെ ഞാൻ ധ്യാനിക്കാൻ ശീലിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ ഇവിടെ ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ശ്ലോകങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇവിടെ പകുതിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ശുദ്ധമായ വിജനമായ ഒരു സ്ഥലത്ത് യുക്തമായ ഒരു സ്ഥലം കണ്ടെത്തി, അധികം ഉയരമില്ലാത്തതോ അധികം താഴ്ച ഇല്ലാത്തതോ അല്ലെങ്കിൽ നിമ്നോന്നതങ്ങളായ ഒരു ഭൂമി അല്ലാതെ സമതലമായ ഒരു ഭൂമിയെ അവലംബിച്ചുകൊണ്ടും അവിടെ ദർഭപ്പുല്ല് വിരിച്ച് മാന്തോല് വിരിച്ച് അതിന് മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉപവിഷ്ടനാകുന്ന യോഗി സ്ഥിരമായ ഒരു ആസന വിശേഷത്തെ അവലംബിച്ചുകൊണ്ട് ഇളക്കം തട്ടാത്ത രീതിയിൽ മനസ്സിനെ ഏകാഗ്രം ആക്കി ചെയ്തുകൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ യഥാവിധി നിയന്ത്രിച്ചുകൊണ്ട് ആ ആസനവിശേഷത്തിൽ ഇരിക്കണം. എന്നിട്ട് ആത്മാവിനെ വിശുദ്ധമാക്കുന്നതിന് വേണ്ടിയായിട്ട് യോഗത്തെ ശീലിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഇപ്രകാരം ആത്മശുദ്ധി നേടിക്കഴിഞ്ഞാലാണ് നമുക്ക്
ഈശ്വര സാമീപ്യം അനുഭവിച്ചറിയുന്നതിന് യോഗ്യരായി ഭവിക്കുമെന്നാണ്. സാമാന്യമായ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ ആഗ്രഹിച്ച അല്ലെങ്കിൽ വിശേഷപ്പെട്ടതായ ഒരു ഭോജ്യവസ്തു, ആഹാരം കഴിക്കാനെടുക്കുമ്പോൾ ആദ്യം ആ ഭോജന വസ്തു എടുക്കുന്നതിനുള്ള പാത്രം ഭംഗിയായിട്ട് കഴുകാറുണ്ട്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ, ഒരു 10,000 ആതിഥേയരൊന്നായി വരുന്നത് പോലെ വരും വിവേകവൃത്തി. 10,000 സൂര്യന്മാരുടെ സമാനമായിരിക്കുന്ന ശക്തിവിശേഷം ഉള്ള ഈ ഈശ്വരനെ നമ്മളുടെ മനസ്സിലേക്ക് സങ്കല്പിക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നമ്മളൊരു ആത്മവിശുദ്ധി നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്രകാരം ശുദ്ധമായിരിക്കുന്ന പാത്രത്തിലേക്കാണ് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെ നമ്മൾ വിളമ്പാറുള്ളത് എന്ന് പറയുന്നത് പോലെ, നമ്മുടെ ശുദ്ധമായ ശരീരത്തിലേക്ക് ഈ പ്രാണശക്തിയെ ആവാഹിച്ചുകൊണ്ട് അതിനെ യഥാവിധി നിയന്ത്രിച്ചുകൊണ്ട് നാഡീശുദ്ധികളെല്ലാം വരുത്തി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായ ആ ഷഡ്വൈരികളെയൊക്കെ പുറന്തള്ളി അവിടെ ആ ഈശ്വര ചൈതന്യത്തിന് കുടികൊള്ളുവാൻ പാകത്തിലാക്കിയെടുത്തുകൊണ്ട് വേണം യോഗം അഭ്യസിക്കാൻ എന്നാണ് പറയുന്നത്. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വ യതചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. സമം കായശിരോഗ്രീവം ധാരയന്നജലം സ്ഥിരഃ സംപ്രേക്ഷ്യനാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതിഭിഃ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃസംയമ്യ മच्चित्तो യുക്ത ആസീത മത്പരഃ. സമം കായ ശിരോഗ്രീവം ധാരയൻ അജലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശഃ ച അനവലോകയൻ പ്രശാന്താത്മാ വിഗതഭിഃ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तः യുക്തഃ ആസീത മത്പരഃ. സമം കായശിരോഗ്രീവം ധാരയൻ അജലം സ്ഥിരഃ. സമം കായശിരോഗ്രീവം, കായവും ശിരസും ഗ്രീവവും ശരീരവും ശിരസും കഴുത്തും സമമാക്കി വച്ചിട്ട് ധാരയൻ അചലം സ്ഥിരഃ അചലമായിട്ട് ഇളകാതെ നിർത്തിക്കൊണ്ട് നിശ്ചലനായിട്ട് സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം നാസികയുടെ അഗ്രത്തിലേക്ക് സംപ്രേക്ഷ്യ ദിശഃ ച അനവലോകയൻ കണ്ണുകളെ നാസികയുടെ മേലറ്റത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊന്നും തന്നെ നോക്കാതെ അല്ലെങ്കിൽ കാണാതെ പ്രശാന്താത്മാ വിഗതഭീഹി ശാന്തമായ മനസ്സോടുകൂടി നിർഭയനായി ഭയം ഇല്ലാത്തവനായിട്ട് ബ്രഹ്മചാരി വ്രതസ്ഥിത ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി ഇരിക്കുക. മനഃ സംയമ്യ മच्चित्तः മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ച് മच्चित्तः എന്നിൽ തന്നെ ഉറപ്പിച്ച മനസ്സോടു കൂടിയവനായിട്ട് യുക്ത ആസീത യോഗാവസ്ഥയിൽ ഇരിക്കണം. മത്പരഃ എന്നെ നേടണം അല്ലെങ്കിൽ എന്നിലേക്ക് എത്തിച്ചേരണം എന്ന ആഗ്രഹത്തോടു കൂടിയവനായിട്ട് യോഗയുക്തനായിട്ട് ഇരിക്കണം. ശരീരം, തല, കഴുത്ത് ഇവയെല്ലാം സമനിലയിൽ തന്നെ ഇളകാതെ നിർത്തിക്കൊണ്ട് യാതൊരു ചലനവും കൂടാതെ മൂക്കിൻ്റെ മേലറ്റത്ത് നോട്ടം പതിപ്പിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്കും നോട്ടം അയക്കാത്തവനായി ശാന്തമായ മനസ്സോടുകൂടി ഭയം ഇല്ലാത്തവനായിട്ട് ബ്രഹ്മചര്യനിഷ്ഠയോടും കൂടി മനസ്സിനെ നന്നായി നിയന്ത്രിക്കണം. എന്നിട്ട് ചിത്തത്തെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനാണ് എൻ്റെ പരമലക്ഷ്യം എന്ന് മനസ്സിൽ ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് യോഗയുക്തനായിട്ട് ഇരിക്കണം, ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ
ശരീരത്തിൻ്റെതായ അവസ്ഥകളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മുൻപ് പറഞ്ഞു, സമതലമായ ഒരു ഇരിക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തണം, വിജനമായിരിക്കണം, ശുദ്ധമായിരിക്കണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശരീരവും കഴുത്തും ശിരസും ഋജുവായിരിക്കണം, നേർരേഖയിൽ ഇരിക്കണം. അവിടെ അങ്ങനെ ഇരുന്നുകൊണ്ട് ഇളകാവുന്നതല്ല, ഇളകാത്തതായ ശരീരത്തോടു കൂടി അങ്ങനെ സ്ഥിരമായിട്ട് ഇരുന്നു കൊണ്ട് അങ്ങനെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ കണ്ണ് തുറന്നു പോയാൽ എന്താവാം അവസ്ഥ, അല്ലെങ്കിൽ കണ്ണ് അടച്ചു പോയാൽ എന്താവാം നമ്മളുടെ അവസ്ഥ എന്നുകൂടി ചിന്തിച്ച് നോക്കണം. കണ്ണ് തുറന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തു പറ്റും എന്ന് വെച്ചാൽ, പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ കണ്ണ് കാണും. അപ്പോൾ മനസ്സ് അതിന് പിന്നാലെ പായുമ്പോൾ ധ്യാനം ദുഷ്കരമാകും. അപ്പോഴെന്ത് വേണം? ഈ കണ്ണുകൊണ്ട് പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാതെ ഇരിക്കണം. എന്നാലോ അതോർത്ത് കണ്ണ് അടച്ചിരുന്നാലോ, കുറച്ച് സമയം കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതും യോഗമാർഗത്തിന് തടസ്സമായി ഭവിക്കും. അതുകൊണ്ട് ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു മാർഗത്തെയാണ് ഈ ആർഷ സംസ്കാരം നമുക്ക് ഉപദേശിച്ചു തരുന്നത്. കണ്ണ് തുറന്നിരുന്ന് പരിതസ്ഥിതിയെല്ലാം വീക്ഷിക്കുകയുമല്ല, എന്നാൽ കണ്ണടച്ചിരുന്ന് നിദ്രയെ പ്രാപിക്കുന്നതുമല്ല. ഇത് രണ്ടിനും ഇടയിലുള്ളതായ ഒരു അവസ്ഥയാണ് ഈ കണ്ണുകളെ നാസികയുടെ മേലറ്റത്തേക്ക് അയച്ചുകൊണ്ട്, ആ ദൃഷ്ടിയെ അയച്ചുകൊണ്ട് പുറത്ത് നടക്കുന്നത് കാണാതെയും എന്നാൽ ഉറങ്ങിപ്പോകാതെ ഇരിക്കുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ട് പ്രശാന്തമായ ആത്മാവോടുകൂടി, ശാന്തമായ മനസ്സോടുകൂടി, വിഗതഭീഹി, ഭീ എന്നാൽ ഭയം, വിഗതമായ ഭയം, യാതൊരു ഭയവും ഇല്ലാത്തവനായിട്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഏത് അവസരത്തിലാണ് ഭയം ഉണ്ടാകുന്നത്? നാരായണത്തിൽ പറയും, ഭീതിർനാമ ദ്വിതീയാത് ഭവതി. രണ്ടെന്നുള്ള ബോധമുണ്ടാകുമ്പോഴാണ് നമുക്കെല്ലാം ഭയമുണ്ടാകുന്നത്. എന്നാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് കരുതുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല എന്നാണ് പറയുന്നത്. ഞാനും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളും രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ എനിക്ക് അന്യമായ വസ്തുക്കളിൽ നിന്നുള്ള ഒരു ഭയം ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭയം ഇല്ലാത്തവനായിരുന്ന് ശാന്തമായ മനസ്സോടുകൂടി ബ്രഹ്മചാരി വ്രതസ്ഥിത, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവനായിട്ട് ഇരുന്നു കൊണ്ട് മനഃ സംയമ്യ മച്ചിത്ത, മനസ്സിനെ എന്നിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല എന്ന് പറയുന്നത്, മത് പരഹ, ഞാനാണ് അവസാനമായ ലക്ഷ്യം അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം, ഈ ഈശ്വരനാണ് എന്ന ചിന്തയോടുകൂടി യുക്ത ആസീത, യോഗനിഷ്ഠനായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരത്തെ ഋജുവായി നിർത്തിക്കൊണ്ട് ഇളക്കങ്ങൾ കൂടാതെ സ്ഥിരമായി ഇരുന്ന് നാസികയുടെ മേലറ്റത്തിലേക്ക് ദൃഷ്ടികളെ പായിച്ചുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി ഭയം ഇല്ലാത്തവനായിട്ട് ബ്രഹ്മചര്യ വ്രതത്തിൽ ഇരിക്കുന്നവനായ യോഗി ഈശ്വരനാണ് പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ നേടേണ്ടതായ പ്രാപ്യസ്ഥാനം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഈശ്വര സങ്കല്പത്തിലേക്ക് ചേർന്നതായി ഉള്ള യോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഇവിടെ പറയുന്നത്. സമം കായശിരോഗ്രീവം ധാരയന്നജലം സ്ഥിരഃ സംപ്രേക്ഷ്യനാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃസംയമ്യ മച്ചിത്തോ യുക്ത ആസീത മത്പരഃ. യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മസ്സംസ്ഥാമതി ഗച്ഛതി. യുഞ്ജൻ ഏവം സദാ ആത്മാനം യോഗി നിയതമാനസഃ,
ശാന്തിം നിർവാണപരമാം മത് സംസ്ഥാം അധിഗച്ഛതി. ഏവം യുഞ്ജൻ സദാ ആത്മാനം, ഇപ്രകാരം മനസ്സിനെ എല്ലായ്പ്പോഴും ആത്മാവിൽ യോജിപ്പിച്ചുകൊണ്ട് യോഗി നിയതമാനസഃ, മനസ്സിനെ അടക്കിയ ആ യോഗി സദാസമയവും മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചുകൊണ്ട് ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാം അധിഗച്ഛതി, നിർവാണപരമായിരിക്കുന്ന മോക്ഷപരമായിരിക്കുന്ന ശാന്തിയെ, മത്സംസ്ഥാം എന്നിൽ സ്ഥിതി ചെയ്യുന്നതായ ആ നിർവാണപരമായ ശാന്തിയെ അധിഗച്ഛതി, പ്രാപിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 4 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞതായ യോഗ ശീലത്തിലൂടെ നിരന്തരമായി മനസ്സിനെ ആത്മാവിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അടക്കിയ മനസ്സോടുകൂടിയിരിക്കുന്ന ഈ യോഗി മോക്ഷത്തെ ദാനം ചെയ്യുന്നതായ എൻ്റേതായ ശാന്തിയെ പ്രാപിക്കുക തന്നെ ചെയ്യും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ മനസ്സിനെ അടക്കിയ ഒരു യോഗി സദാസമയവും മനസ്സിനെ ആത്മാവുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നതായ ആ മോക്ഷപരമായ ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ ആ യോഗമാർഗത്തിലൂടെ എങ്ങനെ പോകണം, അതിൻ്റെ ആ അന്ത്യഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. നിരന്തരമായി മനസ്സിനെ ആത്മാവുമായി സംയോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് പരിശീലിക്കുന്നതായ ആ യോഗി എൻ്റെ മോക്ഷപരമായിരിക്കുന്ന അല്ലെങ്കിൽ എന്നിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. നിരന്തരമായ യോഗാഭ്യാസത്തിലൂടെ മനസ്സിനെ സദാസമയവും ഈശ്വരനുമായി ചേർന്നതായി സങ്കല്പിച്ചുകൊണ്ട് അതിനെ നിരന്തരമായി പരിശീലിക്കുന്നവനായ യോഗി ഭഗവാനിൽ തന്നെ സദാസമയവും സുലഭമായിരിക്കുന്ന മോക്ഷപദത്തെ ആ യോഗി പ്രാപിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാരായണീയത്തിൽ പറയും, യോഗീന്ദ്രാണാം ത്വദംഗ്വേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിശലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ ഭവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശത് പരമാനന്ദ സന്തോഹലക്ഷ്മീം. യോഗീന്ദ്രാണാം ത്വദംഗ്വേഷു അധികസുമധുരം മുക്തിഭാജാം നിവാസഃ. യോഗീന്ദ്രന്മാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ അംഗോഭാഗങ്ങളിൽ ഏറ്റവും ചെന്നു ചേരാൻ ആഗ്രഹിക്കുന്നതായ ഭാഗം ഭഗവാന്റെ പാദമൂലമാണ് എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കില്ല, രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം. അപ്പോൾ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിക്കണേ എന്നാണ് എല്ലാ ഭക്തന്മാരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നതായ മോക്ഷപദവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനായിക്കൊണ്ടാണ് ഈ യോഗ അഭ്യാസങ്ങൾ ഒക്കെ നമ്മൾ പരിശീലിക്കേണ്ടതും അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നും എല്ലാം ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത്. യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാമധിഗച്ഛതി. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.